കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ട്രക്കിന്റെ ക്യാബിൻ കണ്ടെത്താൻ ഡ്രോൺ പരിശോധന തുടരും. പുഴയിൽ ലോഹ സാന്നിധ്യമുള്ള ഇടങ്ങൾ കണ്ടെത്തി. ശക്തമായ സിഗ്നൽ കിട്ടിയ മൂന്നാമത്തെ ഇടത്താണ് ലോറിയുള്ളത് എന്നാണ് കരുതുന്നത്. ലോറിയിലുണ്ടായിരുന്ന തടി കെട്ടഴിഞ്ഞുപോയതായും ദൗത്യസംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തെർമൽ ഇമേജിംഗിൽ ജീവന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും ഡ്രോൺ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പറഞ്ഞു. ഡ്രൈവ് ചെയ്ത് നോക്കി, നമുക്ക് തെർമൽ ഇമേജിൽ ഒരു ഹീറ്റ് കിട്ടിയില്ല. രാത്രി ഒന്നും കൂടെ നോക്കും, just to make sure that just reassuring that thermal image നമ്മൾ കാരണം തണുപ്പാവും രാത്രി. അപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഹീറ്റ് ഉണ്ടെങ്കിൽ കിട്ടും. അർജുനൻ്റെ ശരീരം അവിടെ ഉണ്ടെങ്കിൽ ആ ബോഡിയുടെ അകത്ത് നമ്മൾ എടുക്കണമെങ്കിൽ എപ്പോഴാണ് അതിനെ എടുക്കേണ്ടത്. ആ ഡലയമാണ് ഇപ്പോൾ ഡി സിയുടെ കയ്യിൽ, അഡ്മിനിസ്ട്രേഷൻ്റെ കയ്യിൽ. കാരണം അവിടെ 6 knots വരെ കറണ്ട്, 6+ knots കറണ്ട് ഉണ്ട്. ആൻഡ് മഴ പെയ്താൽ കറണ്ട് കൂടുന്നു. ആൻഡ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നേവൽ ഡൈവേഴ്സിൻ്റെ ഡിസൈൻഡ് കപ്പാസിറ്റിയാണ് 2 knots. അവർ 3 knotsലും ചിലപ്പോൾ ചെയ്യും, ജീവനം രക്ഷിക്കാനായിട്ട്, സ്വന്തം ജീവിതത്തിനെ റിസ്കിലിട്ടിട്ട്. അത് ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ. പക്ഷേ 6 knots 8 knotsൽ ഡൈവ് ചെയ്യുക പറഞ്ഞാൽ സ്വന്തം ഓൾമോസ്റ്റ് സുസൈഡൽ പോലെ ആയിരിക്കും. And we are working on that, and today they have given, instead of 3 locations what we have found, one more location is also last we got. But as I told you that one is truck, one is that pole, and I am thinking that one more that gas tanker cabin also may be there. That they will tonight they will work on that, and they will come to know, and they will give us a exact picture to the district administration and police department. ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട് ശിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഹാഷ്മി, ഇന്നത്തെ ദൗത്യത്തിന്റെ വിവരങ്ങൾ, നേരിട്ട വെല്ലുവിളികൾ, നാളെ ദൗത്യം ഏത് തരത്തിലായിരിക്കും എന്നുള്ള സൂചനകളൊക്കെ ദൗത്യസംഘം അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ദൗത്യം കടന്നുപോയത്. സ്പോട്ട് 3 എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ ഇപ്പോഴും അവിടേക്ക് എത്തുക എന്നുള്ളതിന് നേരിടുന്ന വെല്ലുവിളികളൊക്കെ ദൗത്യസംഘം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ദൗത്യസംഘത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വിവരങ്ങൾ ആദ്യം ഹാഷ്മി. ടി.കെ. രജിത്ത്, പ്രതീക്ഷകൾ വാനോളം ഉയർന്നു. 9ാം നാളിന് പിറ്റേന്ന് നടന്ന 10ാം നാൾ നിരാശ എന്ന് വേണമെന്ന് കൃത്യമായി പറയാം. ഇന്നലെയിൽ അല്പം പോലും കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയില്ല. ഇന്നലെ ട്രക്ക് കണ്ടെത്തിയത് ഒന്നുകൂടി സ്ഥിരീകരിച്ചു എന്നതിനപ്പുറം കാര്യമായ ഒരു മൂവ്മെന്റ് ഇന്ന് ഉണ്ടായില്ല. പക്ഷേ കുറേയധികം വിവരങ്ങൾ ഇന്ന് കിട്ടിയെന്നുള്ളതാണ്. മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലുള്ള ഈ ഡ്രോൺ പരിശോധനയിൽ കുറേയധികം വാല്യബിൾ ഇൻഫർമേഷൻ വരും ദിവസങ്ങളിലേക്ക് ഒരുപക്ഷെ ഗുണപ്രദമായേക്കാവുന്ന കുറച്ചധികം വിലപ്പെട്ട ഇൻഫർമേഷൻ കിട്ടി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും അധികം പ്രത്യേകത. അത് ഈ ട്രക്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സ്പോട്ട് 1, സ്പോട്ട് 2, സ്പോട്ട് 3 എന്നിങ്ങനെ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചിരുന്നു. അതിൽ സ്പോട്ട് 3 അതിശക്തമായ സിഗ്നൽ കിട്ടിയ സ്പോട്ട് 3 തന്നെയാണ്. അത് ഈ ട്രക്കിൻ്റെ ക്യാബിനാണ്, നമ്മുടെ അർജുനുള്ള ട്രക്കിൻ്റെ ക്യാബിനാണ് എന്ന് ഇപ്പോൾ വിലയിരുത്തുകയാണ്. പക്ഷേ ആ ട്രക്കിൻ്റെ ക്യാബിൻ പരിശോധിക്കേണ്ടതുണ്ട്. അത് 5 മീറ്റർ താഴ്ചയിലേക്ക് കരയിൽ നിന്ന് 50 മീറ്റർ അകലത്തേക്ക് ഒഴുകി നീങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ ഇന്ദ്രബാലൻ അനുമാനിക്കുന്നത്, ആ ദൗത്യസംഘം അനുമാനിക്കുന്നത്, ഇതിൻ്റെ തടിക്കെട്ടുണ്ടായിരുന്നു. തടിക്കെട്ട് അതിൻ്റെ കയറ് പൊട്ടാതിരുന്ന സമയം അത്രയും അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് അല്പദൂരത്തേക്ക് നീങ്ങി മാറി. അതിനുശേഷം ആ കയറ് പൊട്ടി ഇതിന്റെ ലോഗുകൾ, ഇതിന്റെ തടിക്കെട്ടുകൾ പല വഴിക്ക് ചിതറി. അതോടുകൂടി അത് അവിടെ തറഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് 50 മീറ്റർ ദൂരത്തേക്ക് ഇത് പോയി എന്ന് പറയുന്നത്. എന്തായാലും അതിൽ തന്നെയാണ് പ്രതീക്ഷ. അതിൽ നിലവിൽ പരിശോധിച്ച സ്പോട്ടുകൾ ഒരു മനുഷ്യ സാന്നിധ്യം ഇല്ല എന്ന് തന്നെ പറയുകയാണ്. ഇനിയുള്ള ആ സ്പോട്ട് 3ാം സ്പോട്ടാണ് അതിനിർണായകം രജിത്ത്. അതാണ് ക്യാബിൻ. ആ ക്യാബിനിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുനുണ്ടോ എന്നുള്ളതാണ് പരിശോധന. എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊഷ്മാവുണ്ട്. ആ ഊഷ്മാവിൽ നിന്ന് ആ ഊഷ്മാവ് കണ്ടുപിടിക്കുന്ന തെർമൽ അനലൈസർ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്ന് നടത്തിയിരുന്നു. പക്ഷേ ഈ നദിയിലെ ഇപ്പോഴത്തെ ഊഷ്മാവിൽ അത് അത്ര കണ്ട് ക്ലിയർ ആയില്ല. അതുകൊണ്ട് രാത്രിയിൽ ഈ നദിയിൽ ഒരു മനുഷ്യ സാന്നിധ്യം, ഒരു ജീവനുള്ള മനുഷ്യ സാന്നിധ്യം തേടി തന്നെയുള്ള അതിനുവേണ്ടി മാത്രമുള്ള എക്സ്ക്ലൂസീവ് തെരച്ചിൽ തന്നെയാണ് ഇന്ന് രാത്രി ഇപ്പോൾ ആ ഡ്രോൺ പരിശോധന നടക്കാൻ പോകുന്നത്. ആ ഡ്രോൺ പരിശോധന പുരോഗമിക്കുമ്പോൾ ജീവനുള്ള ഒരു മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്നറിയാൻ കഴിയും. അപ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ചൂട് എന്ന് പറയുന്ന സംഗതി ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന ബയോളജിയാണ്. ഈ രാത്രിയാകുമ്പോഴേക്കും നദി ഒന്ന് തണുക്കും, നദിയിലെ താപനില ഒന്ന് സാധാരണ നിലയിലേക്ക് വരും. അപ്പോൾ ഈ ചൂട് വളരെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിലെ പ്രതീക്ഷ. അങ്ങനെ കുറേയധികം വിവരങ്ങൾ ഇന്ന് കൊടുത്തു. ആ വിവരങ്ങൾ കൊടുത്തത് നാവികസേനയ്ക്ക് കൈമാറുകയാണ്. അത് നാവികസേനയോട് തുടർ തെരച്ചിലായിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട ഡേറ്റകൾ അങ്ങോട്ടേക്ക് കൈമാറുകയാണ്. ഇന്ന് രാത്രിയുള്ള തെരച്ചിൽ കിട്ടുന്ന വിശദാംശങ്ങൾ കൂടി കൈമാറും നാവികസേനയ്ക്ക്. ഇതിലേറ്റവും പ്രധാനം നാവികസേനയുടെ ഡൈവിംഗ്
ഡൈവിംഗ് എപ്പോൾ തുടങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. ഈ പറഞ്ഞ ഡേറ്റ കിട്ടുമ്പോഴൊക്കെ ഈ മേഖലകളിലൊക്കെ 5 മീറ്റർ ആഴത്തിലാണെങ്കിലും അതിലപ്പുറം ആഴത്തിലാണെങ്കിലും ഈ മേഖലയിലെ ഒക്കെ നാവികസേനാംഗങ്ങൾ മുങ്ങിച്ചെന്ന് നേർക്കുനേർ പരിശോധന അനിവാര്യമാണ്. ഈ ക്യാബിനുള്ളിൽ ഒരു മനുഷ്യ സാന്നിധ്യമുണ്ട് എന്ന് പറയുമ്പോൾ പോലും എന്നഥവാ ഇന്ന് രാത്രി സ്ഥിരീകരിക്കുകയാണെങ്കിൽ അടിയന്തരമായി തന്നെ നാവികയുടെ മുങ്ങൽ സേനാംഗങ്ങൾ അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ട്. ഇതിലെ പ്രശ്നം നമ്മൾ ആദ്യം മുതൽ നേരിടുന്ന അതേ പ്രതിസന്ധി, ദ സെയിം പ്രശ്നം തന്നെയാണ്. ഗംഗാവാലിപ്പുഴയുടെ കൊടിയ കുത്തൊഴുക്ക്. ഏറ്റവും ഒടുവിൽ 6 മുതൽ 8 നോട്ട് വരെയാണ് അവിടുത്തെ ഈ കുത്തൊഴുക്കിൻ്റെ തീവ്രത, വേഗത. മേജർ ഇന്ദ്രപാലൻ പറയുന്നത് സൂയിസൈഡൽ എന്ന് പറയുകയാണ്. ഈ ഒഴുക്കിലേക്ക് ഒരു നാവികസേനാംഗം ഇറങ്ങുന്നത് സൂയിസൈഡൽ, അത് ആത്മഹത്യാപരമാണ് എന്നതിന് ഇന്ദ്രപാലൻ മുന്നറിയിപ്പ് നൽകുകയാണ്. പക്ഷേ നമ്മുടെ നാവികസേനയാണ് ഒരു ജീവൻ രക്ഷിക്കാൻ അതിരുകടന്ന പ്രവർത്തനങ്ങൾ ചെയ്യും എന്ന് പറയുന്നു. അത് തീരുമാനിക്കേണ്ട നാവികസേനയാണ്. പക്ഷേ ഞാൻ അഡ്വൈസ് ചെയ്യും അത് സൂയിസൈഡിലാണ് എന്ന് മുൻ മേജർ ജനറൽ ഇന്ദ്രപാലൻ പറയുകയായിരുന്നു മാധ്യമങ്ങളോട്. അപ്പോൾ അങ്ങനെ 10ാം നാളും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഈ ട്രക്കിലേക്ക് നമ്മുടെ പ്രതീക്ഷകൾ 9ാം ദിവസം 8 ദിവസം നീണ്ട അങ്ങേയറ്റത്തെ അനിശ്ചിതത്വങ്ങൾക്കും നിരാശകൾക്കും കൊടിയ വേദനകൾക്കും ഒടുവിൽ 9ാം നാളാണ് ഒരു പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം പൊട്ടി വിടർന്നത്. അതിൽ കൂടുതൽ പ്രതീക്ഷകൾ, അത് പ്രാവർത്തികമാകാൻ പോകുന്ന 10ാം നാൾ എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ പ്രതീക്ഷ. 10ാം നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് പറയാൻ കഴിയുന്നത് കുറേയധികം ഇൻഫർമേഷൻ ഇപ്പോൾ ഇന്ദ്രപാലന്റെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കുറേയധികം ഇൻഫർമേഷൻ കിട്ടി എന്നതിനപ്പുറം കാര്യമായ ഒരു ചലനം 9ാം നാളിൽ നിന്ന് 10ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് രാത്രിയുള്ള പരിശോധന അതിനിർണായകമാണ്. പക്ഷേ റീജിത്ത്, ഇന്ന് രാത്രിയുള്ള പരിശോധന എന്ന് പറയുമ്പോൾ പോലും, രാത്രി നടക്കുമെന്ന് പറയുമ്പോൾ പോലും നോക്കൂ റീജിത്ത്, ഇവിടെ അന്തരീക്ഷം ഇങ്ങനെ കറുകറാന്ന് കറുത്ത് ഒരുപക്ഷെ കണ്ടാൽ തന്നെ പേടിയാവുന്ന മട്ടിൽ വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ആകാശം നിറഞ്ഞു നിൽക്കുകയാണ്. ഏത് സമയവും വീണ്ടും പൊട്ടി വീഴും വലിയ മഴ, വലിയ കാറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയുള്ള ദൗത്യമൊക്കെ ഏത് രീതിയിൽ പ്രാവർത്തികമാകുമെന്ന് അറിയില്ല. ഓൾമോസ്റ്റ് നാവികസേനയുടെ ദൗത്യമൊക്കെ ഇതിനോടകം തന്നെ വൈൻഡപ്പ് ചെയ്തു എന്ന് വേണം അനൗദ്യോഗികം മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ അസാധ്യമാണ്. ഇപ്പോൾ പെയ്യുന്ന മഴ ഇവിടെ മാത്രമല്ല, മലമടക്കുകളിലൊക്കെ വലിയ മഴ, അതിഭീകരമായ മഴ പെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കുത്തൊഴുക്ക് തുടരാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ AK അഷ്റഫ് MLA ഒരു പ്രതീക്ഷാ നിർഭരമായ വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. നാളെ രാവിലെയോടുകൂടി നാവികസേനാംഗങ്ങൾക്ക് മുങ്ങൽ പരിശോധന തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എന്നൊക്കെ എത്രത്തോളം സാധ്യമാകും എന്ന കാര്യമൊക്കെ ഇനി അറിയേണ്ടതാണ്. ഇവിടെ കാർവാർ SP ജില്ലാ കളക്ടർ അടക്കമുള്ളവരുണ്ട്, അവരോട് നിൽക്കുകയാണ്. അവർ ഇവിടെ തമിഴ്നാട് സ്വദേശിയായ ഒരാളെ കാണാതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് ഈ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മാവനുമായി SP ജില്ലാ കളക്ടറും അടക്കമുള്ളവർ സംസാരിക്കുകയാണ്. അവർ DNA പരിശോധന കൊടുത്തിരിക്കുന്നു. നമ്മൾ കാർവാർ MLA നമ്മൾ ഇക്കാര്യം ചോദിച്ചതാണ്. അപ്പോൾ കാർവാർ MLA പറഞ്ഞത് ഇയാളുടെ DNA പരിശോധന നാളെ മാത്രമേ അതിൻ്റെ റിസൾട്ട് വരും. ശരവണൻ്റെ DNA പരിശോധന നാളെ മാത്രമേ വരികയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. എന്തായാലും ഇന്ന് രാത്രിയുള്ള പരിശോധനയിൽ നമുക്ക് പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കാം. നമ്മൾ എന്തായാലും 10 നാൾ കാത്തിരുന്നവരാണ്, അങ്ങേയറ്റം പ്രതീക്ഷയിൽ നമ്മൾ 10 നാൾ കാത്തിരുന്നവരാണ്. അപ്പോൾ നമുക്ക് ഇന്നുകൂടി ഈ രാത്രി കൂടി ഈ ദിവസം കൂടി നമുക്ക് പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കാം. അതായത് ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, നമുക്കാകെ ചുരുക്കി പറയാവുന്നത് 9ാം നാൾ പ്രതീക്ഷയുടെ അങ്ങേയറ്റമാണ്. 10ാം നാൾ അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോയില്ല. പക്ഷേ കിട്ടാവുന്ന കുറേയധികം ഇൻഫർമേഷൻ, വാല്യുബിൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ശ്രീകാന്ത് അല്ലേ? ഹഷ്മി, തീർച്ചയായും പരമാവധി ഇൻഫർമേഷൻ കിട്ടി എന്നതൊഴിച്ചാൽ ഈ 10ാം നാൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ, നമ്മൾ രാവിലെ പറയുമ്പോൾ പറഞ്ഞിരുന്നു 10ാം ദിവസം ഒരു 10ാം ഉദയം, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അതാണ്. പക്ഷേ അതുണ്ടായില്ല എന്നുള്ളതാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം. ഇപ്പോഴിവിടെ ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കനത്ത മഴ. ശിരൂരിൽ കനത്ത മഴയും കാറ്റുമാണ്. ഇവിടെ ഈ ആദ്യ ദിവസം മുതൽ എന്തായിരുന്നു അവസ്ഥ, അത് തന്നെയാണ് ഷിരൂരിൽ നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നത്. കനത്ത മഴ, കനത്ത കാറ്റ്, ഇതിനെ അവഗണിച്ചുകൊണ്ടാണ് ഇത്രയും ദിവസം ഈ തിരച്ചിൽ നടന്നത്. അതിനാൽ തന്നെ ഇന്ന് വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഈ രക്ഷാപ്രവർത്തകരെ, ദൗത്യ സംഘത്തെ നമുക്ക് ഒരു തരത്തിലും വില കുറച്ച് കാണാൻ സാധിക്കില്ല. അവരവരുടെ പരമാവധി ശ്രമിച്ചു. 4 ലോഹഭാഗങ്ങൾ അന്വേഷിച്ചവർ ഇറങ്ങി. അതിൽ 3 സ്പോട്ടുകൾ കണ്ടെത്തി. 3ാമത്തെ സ്പോട്ടിൽ നമ്മുടെ അർജുനുണ്ട് എന്ന് കരുതപ്പെടുന്ന ആ ട്രക്ക് അവിടെ എന്ന് തന്നെ കരുതുന്നു. ഇന്ന് രാത്രി കൂടി ഈ മഴ പെയ്യുകയാണ്, ഈ കാറ്റുമുണ്ട്, അപ്പോഴും അത് തുടരും. ഇതാണ് പ്രശ്നം. ദൃശ്യങ്ങളിൽ കാണാം അതിശക്തമായ മഴ, അതിശക്തമായ കാറ്റ് ശിരൂരിലുണ്ട്. സ്പോട്ട് 3യിൽ നിന്നാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും ശക്തമായ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ട്രക്കിന്റെ ക്യാബിനാണ് അത് എന്ന് വിലയിരുത്തുന്നുണ്ട്. പൊതുവെ 5 മീറ്റർ താഴെയാണ്, കരയിൽ നിന്ന് ഏതാണ്ട് 60 മീറ്റർ അകലെയാണ് അതുള്ളത്. തടിയും ലോറിയും വേർപെട്ടിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. 10ാം നാൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചത്. ലോറി ഉയർത്താൻ കഴിയും എന്നതടക്കമുള്ള പ്രതീക്ഷകൾ നമുക്കുണ്ടായിരുന്നു. പക്ഷേ
അതിന് കഴിഞ്ഞില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ഇന്നത്തെ ദിനത്തിൽ പുറത്തു വന്നു. നാളത്തെ തെരച്ചിൽ അതിനിർണായകവുമാണ്.